തലശ്ശേരി കണ്ണൂർ ദേശീയപാതയിൽ തോട്ടടയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. അമിത വേഗതയാണ് മിക്ക അപകടങ്ങൾക്കും കാരണം. കാൽനടയാത്രക്കാർ പോലും ഇതുവഴി നടന്നു പോകുന്നത് അതീവ സാഹസപ്പെട്ടാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് 2 പേരുടെ മരണത്തിനിടയാക്കിയ ഓട്ടോ അപകടം നടന്നത്. കൗസല്യ കമ്പനി മുതൽ തോട്ടട മാവേലി സ്റ്റോർ വരെയുള്ള ഏകദേശം 1 കിലോമീറ്ററോളം വരുന്ന ഈ ടൗൺ, തോട്ടട ടൗൺ അപകട മേഖലയാവുകയാണോ? തീർച്ചയായും അത് പരിശോധിക്കേണ്ടത് തന്നെയുണ്ട്. വർഷങ്ങൾ പഴക്കമുണ്ട് ഈ അപകട പരമ്പരകൾക്ക്. കണ്ണൂർ തലശ്ശേരി റൂട്ടിലെ ബസ്സുകൾ തോട്ടട വഴി കടന്നു പോകുന്നത് ഭീകരമായ രീതിയിലാണ്. ഈ അമിത വേഗത തന്നെയാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് എന്നും നാട്ടുകാർ പറയുന്നു. ഇവിടെ സ്ട്രെയിറ്റ് റോഡായതുകൊണ്ട് അധികം ആക്സിഡൻറ്റ് പോയിൻ്റാണ് ഇവിടെ ഉള്ളത്. കാരണം വെച്ചാൽ ഇപ്പം കഴിഞ്ഞ ഒരു ഓട്ടോറിക്ഷയും ബസ് ഇതിലായിട്ട് അടിച്ചിട്ട് 3-4 ആൾക്ക് പരിക്കും, ഒരാൾ മരണപ്പെടുകയും ചെയ്യുമായിരുന്നു. 2 പേര് മരണപ്പെട്ടു. നമ്മളിപ്പോൾ ഇവിടെ സ്പോട്ടിൽ ഒരാൾ മരണപ്പെട്ടത്. പിന്നെ ഇവിടെ ഒരു ബസ്സിൻ്റെ ബാക്കിലൊരു ബൈക്ക് അടിച്ചിട്ട് ഒരു ഭാര്യയും ഭർത്താവും ഒരു ആക്സിഡൻറ്റ്. അതിൻ്റെ ബാക്കിലൊരു കാർ വന്ന് അടിച്ചിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അപ്പുറം പഞ്ചായത്തിൻ്റെ ആ റോഡ് അപ്പുറം അവിടെയും സ്ഥിരമായിട്ട് ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട്. ഒന്നാമത് ഭയങ്കര സ്പീഡാണ്. പിന്നെ ആൾക്കാർക്ക് അറിയില്ല എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെ വെച്ചാൽ ഇതിവിടെ ആക്സിഡൻറ്റ് നടക്കുന്ന ഏരിയ ഒന്നും അങ്ങനെയൊന്നും അവർക്ക് അറിയില്ല. കാരണം വെച്ചാൽ സ്ട്രെയിറ്റ് റോഡാണ്, സ്ഥിരം ആക്സിഡൻറ്റ് സംഭവിക്കുന്നതാണ്. എന്നാൽ സ്ട്രെയിറ്റ് റോഡ്, സ്ട്രെയിറ്റ് നല്ല റോഡായതുകൊണ്ട് ഓവർ സ്പീഡ്, വണ്ടികൾ ഓവർ സ്പീഡാണ്. അതുകൊണ്ടാണ് കൂടുതൽ. പിന്നെ നെക്സ്റ്റ് ടൗണാണ്, ആളുകൾ കൂടുതൽ ആൾക്കാർ ഉണ്ടാകുന്ന സ്ഥലമാണ്. ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി നിങ്ങൾക്ക് അഭിപ്രായപ്പെടാൻ ഒരു പരിഹാരം കാണണം. പരിഹാരം എന്താ, ഡിവൈഡർ വെച്ചാൽ അത് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. കാരണം മെയിൻ റോഡല്ലേ. അതുകൊണ്ട് ആൾക്കാർ എന്തെങ്കിലും ചെയ്യണം. സ്പീഡ് നിജപ്പെടുത്തുക. സ്പീഡ് ബ്രേക്കർ ഹൈവേയിൽ അങ്ങനെ പാടില്ല എന്നുള്ള നിയമം ഉണ്ടോ അതറിയില്ല. എന്തായാലും ഒരു ഷോർട്ട് ബ്രേക്കറല്ല, സ്പീഡ് ബ്രേക്കർ, ഇപ്പോഴുള്ള സ്പീഡ് ബ്രേക്കർ അത് വെച്ച് കഴിഞ്ഞാൽ ഒരു കിട്ടുമായിരിക്കും. പഞ്ചായത്ത് ഇറക്കത്തിലോ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു നല്ലതാണ്. 1 വർഷം മുന്നേ കല്ലട ബസും ലോറിയും കൂട്ടിയിടിച്ച ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതിനു മുൻപും അപകട വളവ് തന്നെയാണ് ഈ ഒരു ഭാഗം. അതിനുശേഷമാണ് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റത്. പിന്നീട് ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. തോട്ടടയിലെ വ്യാപാരിക്കും ഇവിടെ നിന്നും അപകടം പറ്റിയിട്ടുണ്ട്. വീതിയേറിയ റോഡ് ആയതിനാൽ തന്നെയും ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്നത് യാതൊരു നിശ്ചയവുമില്ലാതെയാണ്. അമിത വേഗതയിലെത്തുന്ന ബസ്സുകൾക്ക് പലപ്പോഴും ഇവിടെ ബ്രേക്ക് നഷ്ടപ്പെടാറുണ്ട്. പലതവണ മറ്റു വാഹനങ്ങളിലെ ഡ്രൈവർമാരുമായും ഇവർ വാക്കേറ്റം നടന്നിട്ടുണ്ട്. ഒരാഴ്ച മുന്നേ ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് 2 പേർ മരണപ്പെടുകയും ഓട്ടോ ഡ്രൈവർക്കും മറ്റൊരു യാത്രക്കാരനും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടങ്ങൾ അടിക്കടി ഉണ്ടാവുന്ന സാഹചര്യത്തിൽ വാഹനങ്ങളുടെ വേഗത 40 കിലോമീറ്ററായി നിജപ്പെടുത്തണമെന്നും അപകട മേഖല എന്ന സൈൻ ബോർഡ് കൗസല്യ കമ്പനിക്കടുത്തും തോട്ടട വളവിന് ശേഷവും സ്ഥാപിക്കണമെന്നും എത്രയും വേഗം ഇതിനു വേണ്ട നടപടികൾ ബന്ധപ്പെട്ട അതോറിറ്റികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. തോട്ടടയിൽ ഇപ്പോൾ പതിവായിട്ട് അപകടങ്ങൾ, മോട്ടോർ വാഹന അപകടങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മെയിൻ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെയുള്ള വാഹനങ്ങൾ അമിത വേഗതയിലുള്ള പോക്കാണ്. പിന്നെ ഇവിടെ സ്പീഡ് ബ്രേക്കർ സംവിധാനം ഈ സിസ്റ്റത്തിൽ ചെയ്യാൻ പറ്റില്ല, ഹൈവേൻ്റെ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് അധികാരികൾ എന്താ വേണ്ടത് വെച്ചാൽ ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് ഒരു 40 കിലോമീറ്റർ/അവർ ആക്കിയിട്ട് ഇതിൻ്റെ അകത്ത് മാറ്റണം. അതുകൂടാതെ ഒരു 1.5 വർഷത്തിനിടയിൽ ഇവിടെ ഒരു 5 മരണങ്ങൾ സംഭവിച്ചു. ഒരു 2 ആഴ്ച മുന്നെയാണ് ഇവിടെ ഒരു മരണം, 2 പേര് തോട്ടടയിൽ നിന്ന് 2 ജീവൻ നഷ്ടപ്പെട്ടത്. അത് ബസ്സും ഓട്ടോവും കൂട്ടിയിടിച്ചിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം വെച്ചാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, എല്ലാ അധികാരികളും ഒരു കാര്യം ഇവിടെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഇവിടെ ഒരു കുറേ സ്കൂളുകളുള്ളൊരു നാഷണൽ ഹൈവേയാണിത്. അപ്പോൾ ഇവിടെ സ്കൂളിൻ്റെ അടുത്ത് സ്കൂളിൻ്റെ ഒരു ബോർഡോ കാര്യങ്ങളോ അതിൻ്റെ സ്പീഡ് കുറക്കേണ്ട കാര്യങ്ങളോ അങ്ങനത്തെ യാതൊരുവിധ സിഗ്നൽ സിസ്റ്റമോ സൈൻ ബോർഡുകളോ ഒന്നും ഇവിടെയില്ല. അത് നിർബന്ധമായിട്ടും വേണ്ടപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ, ഇൻക്ലൂഡിങ് കോർപ്പറേഷൻ അടക്കം അതിൻ്റെ അകത്ത് ഇടപെട്ടിട്ട് ആ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ ഇവിടുത്തെ ഒരു നാട്ടുകാരെന്നുള്ള നിലയിലും പല സംഭവങ്ങൾ നടക്കുമ്പോൾ ഞങ്ങളെ കണ്ണിൻ്റെ മുമ്പിലാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അതിൻ്റെ ഭീകരത നേരിട്ട് മനസ്സിലാകുന്നത്. ഒരു പ്രാവശ്യം ഒരു രാത്രി ഒരു കല്ലട ട്രാവൽസ് എന്ന് പറഞ്ഞ ബസ് ആക്സിഡൻ്റായിട്ട് അത് ഇരുടായിരുന്നു പ്രശ്നം. മനസ്സിലാകാതെ വന്നിട്ട് ഒരാളെ തല അങ്ങനെ അറ്റുപോയിട്ട് മരണപ്പെടുന്ന അത്രയും ഭീകരമായ കാര്യങ്ങളൊക്കെ നടന്നതാണ്. അപ്പോൾ അധികാരികളെ ഭാഗത്തുനിന്ന് മുഴുവനായിട്ടുള്ള ശ്രദ്ധയും. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ബസ് 20 കിലോമീറ്റർ സ്പീഡിലാണ്
പിന്നെ ഇവിടത്തേക്ക് വരുന്നത് വെച്ചാൽ താഴെ ചൊവ്വ വരെ ആളെടുത്ത് താഴെ ചൊവ്വ ഗേറ്റ് കഴിഞ്ഞതിന് ശേഷം ആ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവർ ഇവിടുന്ന് 85-90 കിലോമീറ്റർ സ്പീഡിലാണ് ഇതിലൂടെ പാസ്സായിട്ട് പോകുന്നത്. അതും ഇവിടുത്തെ ഒരു അപകടത്തിനുള്ള ഒരു കാരണമാണ്. അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ അതിന് വേണ്ട ശക്തമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് പിന്നെ സൈഡിൽ പിന്നെ സിഗ്നൽ ബോർഡുകളെല്ലാം സ്ഥാപിച്ചിട്ട് അവർ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ഷൻ റോഡുകൾ കുറേ ഉണ്ട് ഇവിടെ. ഈ ഹൈവേയുടെ ഇരുഭാഗത്തും കണക്ഷൻ റോഡുകൾ കൂടുതലുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് വണ്ടി വരുമ്പോഴും മറ്റുള്ളവർ ശ്രദ്ധിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. മനോരമേൻ്റെ അടുത്ത് തന്നെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. അവിടെ ഒരു കൾവെട്ടുണ്ട്. കൾവെട്ട് എന്ന് പറഞ്ഞാൽ അത് ആരും രാത്രിയായാലും പകലായാലും കാണപ്പെടില്ല. ആരെങ്കിലും എടുത്തു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നേരെ പോയിട്ട് കൾവെട്ടിലേക്ക് മറിഞ്ഞിട്ട് ആക്സിഡൻറ്റ് മുന്നേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ട നടപടികൾ ഹൈവേ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടോ അവരൊക്കെ ചേർന്ന് അത് പിന്നെ നന്നായിട്ട് ഇനിയൊരു അപകടം തോട്ടടയിൽ സംഭവിക്കാത്ത രീതിയിൽ ചെയ്ത് മാറ്റിത്തരണം എന്നാണ് നാട്ടുകാർ എന്നുള്ള നിലയിലും ഇവിടുത്തെ സ്കൂളിൻ്റെ PTA വൈസ് പ്രസിഡൻ്റാണ് ഞാൻ. ആ സ്കൂളിൻ്റെ നിലയിലും ഉള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനിപ്പം ഇതാക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികളുടെ പിന്നെ എത്തിച്ച് അതിനുള്ള ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. ഇനിയും ആക്സിഡൻറ്റിലൂടെ ഒരു ജീവൻ പൊലിയാതിരിക്കട്ടെ, അതിനു വേണ്ടുന്ന നടപടികൾ അതോറിറ്റി സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ.